നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ സർപ്രൈസ് തുടക്കം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് ടീം ഇന്ത്യ. പേർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഒരു ദിവസം ബാക്കി നിൽക്കെ കങ്കാരുപ്പടയെ 295 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചു കളഞ്ഞത്. നാട്ടിൽ നടന്ന തൊട്ട് മുൻപത്തെ പരമ്പരയിൽ ന്യൂസിലൻഡിന് മുന്നിൽ അടിയറവ് പറഞ്ഞ ഇന്ത്യയിൽ നിന്നും ഇത്ര ഗംഭീരമായൊരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി രണ്ടാം ടെസ്റ്റിലും ജയിച്ച 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ പിടിമുറുക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. പകലും രാത്രിയുമായുള്ള പിങ്ക് ബോൾ ടെസ്റ്റിലാണ് ഇനി ഇന്ത്യയും ഓസീസും കൊമ്പുകോർക്കുക. അടുത്ത മാസം 6 മുതൽ അഡ്ലൈഡ് ഓവലിലാണ് ഈ പോരാട്ടം നടക്കുന്നത്. ഈ ടെസ്റ്റിലെ വിന്നിംഗ് കോമ്പിനേഷനെ ഈ മത്സരത്തിൽ നിലനിർത്താൻ ഇന്ത്യ ഒരുപക്ഷെ തയ്യാറായേക്കില്ല. 2 മാറ്റങ്ങളോടെയാകും ഇന്ത്യ ഈ മത്സരത്തിൽ കളിക്കാനിറങ്ങുക. ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് വിശദമായി നോക്കാം. പേർത്തിലെ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്നാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത്. ആദ്യ ഇന്നിംഗ്സിൽ ഫ്ലോപ്പായെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഈ ജോഡി ക്ലിക്കാവുകയായിരുന്നു. 161 റൺസുമായി ജയ്സ്വാൾ ഓസ്ട്രേലിയയിൽ തന്റെ ആദ്യത്തെ സെഞ്ചുറി കുറിച്ചപ്പോൾ 77 റൺസ് എടുത്ത രാഹുലും നിർണായക സംഭാവന നൽകി. ഇന്ത്യൻ ജയത്തിന് അടിത്തറയിട്ടതും ആദ്യ വിക്കറ്റിൽ രാഹുൽ ജയ്സ്വാൾ സഖ്യം ചേർന്നെടുത്ത 201 റൺസാണ്. എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഈ ജോഡിയെ മാറ്റുകയല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. കാരണം ആദ്യ ടെസ്റ്റ് നഷ്ടമായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും ഓപ്പണിംഗിലേക്ക് വരികയും നായകസ്ഥാനം വീണ്ടെടുക്കുകയും ചെയ്യും. രാഹുലും ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ രാഹുലിന് മധ്യനിരയിലേക്ക് മാറേണ്ടി വരും. മധ്യനിര എങ്ങനെയാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത്. ദേവദത്ത് പടിക്കലായിരുന്നു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കായി 3ാം നമ്പറിൽ കളിച്ചത്. 0, 25 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. 3ാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യമായ ശുഭ്മൻ ഗില്ലിന് പരിക്കേറ്റ പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ദേവദത്തിന് നറുക്ക് വീഴാൻ കാരണമായത്. എന്നാൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത ഗില്ല് അടുത്ത ടെസ്റ്റിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം. ഗില്ല് മടങ്ങിയെത്തിയാൽ ദേവദത്ത് ടീമിന് പുറത്താവുകയും ചെയ്യും. 4ാം നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി തന്നെ തുടരും. 5ാം നമ്പറിലും മാറ്റമുണ്ടാകില്ല. വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ഈ റോളിൽ ബാറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ 6ാം നമ്പറിൽ മാറ്റങ്ങളുണ്ടാകും. ധ്രുവ് ജുറേലായിരുന്നു കഴിഞ്ഞ ടെസ്റ്റിൽ ഈ പൊസിഷനിൽ കളിച്ചത്. പക്ഷെ ജുറേലിന് അടുത്ത ടെസ്റ്റിൽ സ്ഥാനമുണ്ടാകില്ല. പകരം KL രാഹുലാണ് ഈ റോൾ ഏറ്റെടുക്കുക. ഇന്ത്യൻ ലോവർ ഓർഡറിലേക്ക് വന്നാൽ അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ ഇന്ത്യ തയ്യാറാകില്ല. ഓൾറൗണ്ടർമാരായ നിതീഷ് റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും തന്നെ ഈ റോളിൽ തുടർന്ന് കളിക്കും. കഴിഞ്ഞ ടെസ്റ്റിലൂടെ അരങ്ങേറിയ നിതീഷ് മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. 41, 38 എന്നിങ്ങനെ സ്കോർ ചെയ്ത താരം ഒരു വിക്കറ്റും എടുത്തിരുന്നു. ഇവർക്ക് ശേഷം 3 ഫാസ്റ്റ് ബോളർമാരായി ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, ഇപ്പോഴത്തെ ക്യാപ്റ്റനും രോഹിത് വന്നാൽ വൈസ് ക്യാപ്റ്റനുമാകുന്ന ജസ്പ്രീത് ബുംറ എന്നിവർ തന്നെ തുടരുകയും ചെയ്യും. ഏതായാലും രണ്ടാം ടെസ്റ്റിലും ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാതെ ആയിരിക്കില്ല ഇന്ത്യ ഇറങ്ങുന്നത്.